ടു ജാസി അമ്മി കുക്കിംഗ്. അപ്പോൾ നല്ല മഴയത്ത് ഇതുപോലെ നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇലയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ എടനേല എന്നാണ് പറയുന്നത്. ഇതിന് സർവ്വസുഗന്ധി എന്നൊരു പേരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന് നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ചക്കട ഇതിൽ റെഡിയാക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ ചക്കടയ്ക്കും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ. ഇതിലേക്കായിട്ട് നമ്മൾ 2 കപ്പ് ചക്കപ്പഴം അരിഞ്ഞതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 40 പീസോളം ചക്കപ്പഴം അരിഞ്ഞപ്പോഴാണ് കേട്ടോ, ചക്കച്ചുള അരിഞ്ഞപ്പോഴാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ ഏകദേശം ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 കപ്പ് ചക്കപ്പഴത്തിന് നമ്മളിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 10-12 പീസ് ഏലക്ക എടുത്തിട്ടുണ്ട്, 2 നുള്ള ജീരകം, പിന്നെ തേങ്ങ കൊത്തി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനിയായിട്ടാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ശർക്കര പാനി നമ്മൾ ചക്കടയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളത്തിൽ വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വേണ്ടത് നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് എനിക്ക് 1.5 കപ്പ് വരെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് നെയ്യാണ് 1 ടീസ്പൂൺ. പിന്നെ ഇടനില കിട്ടുവാനാണെങ്കിലാണ് ഈ ചക്കടയ്ക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് ഇതില്ലെങ്കിൽ പിന്നെ വാഴയിലയിലാണെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ചക്കപ്പഴം ഒന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുക്കറിൻ്റെ അടി പിടിക്കാത്ത ഒരളവിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കപ്പഴം നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു വിസിലിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയൊക്കെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള മറയൂർ ശർക്കരയാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം മൂന്നാറിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ശർക്കരയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ശർക്കര പാനി റെഡിയാക്കാൻ നേരം ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ശർക്കര എല്ലാം ഉരുകുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാനുള്ള നെയ്യൊക്കെ ഒന്ന് ചൂടാക്കി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയുടെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സോ അതുപോലെ കിസ്മിസ് അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ തേങ്ങാക്കൊത്ത് മാത്രമാണ് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക, എന്നിട്ടത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോഴേക്കും നമ്മുടെ ചക്കപ്പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഉടച്ചിടാം. അപ്പോൾ ഇതിൽ ആ പീസുകളൊന്നും കാണാൻ പാടില്ല. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഉടയുന്നവരെ, അപ്പോൾ ചൂടോടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഏകദേശം ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വേണം നമ്മൾ ചക്കപ്പഴം എന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്കുള്ള ജീരകത്തിൻ്റെ മേലേക്കും പൊടിച്ചു വെച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ചുക്കുണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല കുറുകിയ രീതിയിലുള്ള ശർക്കരപ്പാനിയാണ് നമ്മൾ ഇതിലേക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വാട്ടർ കണ്ടൻസ് എപ്പോഴും വളരെ കുറച്ച് ആവുന്നതാണ് നമുക്ക് ടേസ്റ്റ് നല്ലത്. അപ്പോൾ മധുരം മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം മധുരം കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു സമയത്ത് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ എന്നാലാണ് മധുരം ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്ത് വെച്ചുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് ചക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുന്ന വരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചക്ക വേവിക്കാൻ നേരം അതുപോലെ തന്നെ ശർക്കര പാനി റെഡിയാക്കാൻ നേരമൊക്കെ വളരെ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ചേർക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ചക്കപ്പഴത്തിനേക്കാളും കൂടുതൽ നമുക്ക് അരിപ്പൊടി ചേർക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചക്കടയ്ക്ക് അത്രയ്ക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല, അതുപോലെ തന്നെ അത്ര സോഫ്റ്റായിട്ടും കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഈ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന
1 കപ്പും അതിനുശേഷം ഒരു 1/2 കപ്പ് പൊടിയും കൂടിയും ചേർത്തപ്പോഴാണ് നമുക്ക് ഇത് ഏകദേശം നമ്മൾ ചക്കയുടെ ഒരു പാകത്തിനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 2 കപ്പ് ചക്കപ്പഴത്തിന് ഏറ്റവും കൂടി വന്നാൽ നമ്മൾ 2 കപ്പ് പൊടിയിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴം സോഫ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഏറ്റവും കുറച്ച് അരിപ്പൊടി യൂസ് ചെയ്തിട്ട് തന്നെ ഈ ചക്കപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഈ ചക്കാട റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഉള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാവ് ഹാർഡായി പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ അടയും ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇടനേലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി ഒന്ന് തുടച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പോർഷൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അധികം തിക്കായിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് വേണം നമ്മൾ ഓരോ ഇലയിലും ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഇത് കിട്ടാറുള്ളത്. അപ്പോൾ ഞാനിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ടായിരുന്നു, പണ്ട് കാലത്തൊക്കെ ഇത് റെഡിയാക്കുമ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ടൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഇത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ വെക്കണം, എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എന്നാൽ അതുപോലെ 2 ലെയറായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കുറച്ച് മാവ് വെച്ചതിന് ശേഷം ആ ഇല മടക്കി വെച്ച് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടി കുറച്ച് മാവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് മടക്കി അതൊന്ന് കവർ ചെയ്ത് വെച്ച് അത് ഇതുപോലെ 2 ലെയറായിട്ടുള്ള ഇത് ചക്കട നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇടനിലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ 2 ലെയറൊക്കെ ആയിട്ട് എടുക്കുവാണെങ്കിൽ കുറേ പീസൊക്കെ അങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതുപോലെ കുമ്പിൾ കൂട്ടിയിട്ട് ഒരെണ്ണം റെഡിയാക്കി അങ്ങനെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരൊന്ന് വേവിച്ചിട്ട് വരണം. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മണമാണ് കേട്ടോ. നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ ഈ ഇടനില ഇങ്ങനെ വാടി വരുന്ന സമയത്ത് മുതൽ നമ്മുടെ വീട് മൊത്തം ഇതേ ഒരു മണമായിരിക്കും. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ 3-4 ദിവസമൊക്കെ ഇത് കേടുകൂടാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചക്കപ്പഴമൊക്കെ ഒരുപാട് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എത്ര സോഫ്റ്റായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.